السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അത് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രകാരം പുതിയ കിതാബിലേക്കാണ് നമ്മൾ ഇന്ന് മുതൽ പ്രവേശിക്കുന്നത്. തസ്ഹീലുൽ ഫിഖ്ഹ് എന്ന ഗ്രന്ഥമാണ്. നമ്മളെ കിതാബ് ആദ്യം നമുക്ക് പരിചയപ്പെടാം. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ കയ്യിൽ അതിൻ്റെ കോപ്പിയുണ്ട്. അതിൻ്റെ പൂർണ്ണനാമം തസ്ഹീലുൽ ഫിഖ്ഹ് അൽ ജാമിഉ ലി മസാഇലിൽ ഫിഖ്ഹിൽ ഖദീമത്തി വൽ മുആസിറ എന്നാണ് ഫസ്റ്റ് ചട്ടമുണ്ടാവും പേര്. തസ്ഹീലുൽ ഫിഖ്ഹി അൽ ജാമിഉ ലി മസാഇലിൽ ഫിഖ്ഹിൽ ഖദീമ വൽ മുആസിറ. തസ്ഹീൽ എന്ന് പറഞ്ഞാൽ എളുപ്പമാക്കുക എന്നാണ് വാക്കർത്ഥം. തസ്ഹീലുൽ ഫിഖ്ഹ്, ഫിഖ്ഹ് എളുപ്പമാക്കൽ. അദ്ദേഹം ഈ കിതാബ് എഴുതാൻ തന്നെയുള്ള അടിസ്ഥാന പ്രേരണ അതാണ്. നിലവിലുള്ള കിതാബുകളൊക്കെ ഒരുപാട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ധാരാളം ചർച്ചകൾ വരുന്നുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മതവിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് പ്രയാസമാണ്. വലിയ ഫിഖ്ഹ് പണ്ഡിതന്മാർക്കത് പ്രയാസമില്ല. പക്ഷേ മതം പഠിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകൾക്കൊക്കെ അത്ര പ്രാപ്യമല്ല. അപ്പോൾ അതൊരു മടുപ്പുണ്ടാക്കുന്നു. അപ്പോൾ അവർക്ക് ജീവിതത്തിലേക്ക് ആവശ്യമായ അതിൻ്റെ ആകത്തുക ഹാസിൽ ആ ഹുക്മ് മാത്രം കിട്ടുക, എന്നാൽ പ്രമാണം കൊണ്ട് മാത്രം അപ്പുറം ആ നിലക്കുള്ള ഒരു വിധേയത്വം ഉണ്ടാവുക. എന്താണോ കിതാബും സുന്നത്തിലും പഠിപ്പിച്ചത് അതിനോട് മാത്രം വിധേയത്വം ഉണ്ടായിക്കൊണ്ട് മസ്അലകൾ കൈകാര്യം ചെയ്യുക. ഒരു മദ്ഹബിനോട് മന്ദമായി അനുകരണമില്ലാതെ, എന്നാൽ എല്ലാ മദ്ഹബിലെയും അഭിപ്രായങ്ങളെ വായിക്കുകയും പഠിക്കുകയും ചെയ്ത ശേഷം അതിൽ നിന്ന് ഏറ്റവും പ്രബലമായ അഭിപ്രായത്തെ അദ്ദേഹം കൊണ്ടുവരികയും അതിനുള്ള ഹദീസ് അടക്കം പറയുകയും ചെയ്യുന്നു എന്നാണ് ഈ കിതാബിൻ്റെ പ്രത്യേകത. മൊത്തം 12 വാള്യങ്ങളാണ് ഈ ഗ്രന്ഥമുള്ളത്. തസ്ഹീലുൽ ഫിഖ്ഹ് എന്ന ഗ്രന്ഥം 12 വാള്യങ്ങൾ മൊത്തമുണ്ട്. 17,160 മസ്അലകൾ അദ്ദേഹം മൊത്തം ആ കിതാബിൽ ചർച്ച ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കിതാബിലൊക്കെ പൊതുവെയുള്ള ഒരു ശൈലി എന്ന് വെച്ചാൽ അദ്ദേഹം ഓരോ മസ്അലക്കും നമ്പർ ഇട്ട് പോകും. അതിന് ഫിഖ്ഹ് ആണെങ്കിലും അഖീദ ആണെങ്കിലുമൊക്കെ അദ്ദേഹം സ്വീകരിക്കുന്നൊരു പൊതുവായ ശൈലി അതാണ്. ഓരോ മസ്അല പറയുമ്പോഴും അതിൻ്റെ നമ്പർ അദ്ദേഹം ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകും. അപ്പോൾ നമുക്കതൊരു സൗകര്യമാണ്. അപ്പോൾ ആ കാലത്ത് അദ്ദേഹം ഇങ്ങനെ ഇതിന് മൊത്തം ഇട്ടത് 17,000 ചില്ലാനം മസ്അലകളാണ് അദ്ദേഹം അതിൽ പ്രതിപാദിച്ച് പോയിട്ടുള്ളത് മൊത്തം ഈ കിതാബിൽ. അപ്പോൾ അത്രയും വിഷയങ്ങൾ അദ്ദേഹം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നർത്ഥം. കിതാബ് എഴുതിയ ആൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിസ്റ്റ് പറഞ്ഞിരുന്നു. 16,176 മസ്അല മൊത്തമുള്ളത്. 16,176 മസ്അലകൾ 12 വാള്യങ്ങളിലായിക്കൊണ്ട് അദ്ദേഹം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. സാധാരണ ഫിഖ്ഹ് കിതാബിലുള്ള എല്ലാ വിഷയങ്ങളും അതിൽ പരാമർശിച്ചു. എല്ലാ മസ്അലയും വന്നു. ആവശ്യമില്ലാത്ത ആവർത്തനങ്ങളെല്ലാം അദ്ദേഹം ഒഴിവാക്കി. അത്ര ദുർബലമായതോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതായ അഭിപ്രായങ്ങൾക്ക് അദ്ദേഹം അതിൽ ഈ കിതാബിൽ കൊണ്ടുവന്നില്ല. എന്നാൽ അതെല്ലാം വായിക്കുകയും അവിടെല്ലാം തെളിവുകളെ പരിശോധിക്കുകയും അതിന് സ്ഥാനത്ത് ഏറ്റവും പ്രബലമായ അഭിപ്രായം മാത്രം സ്വീകരിക്കുകയും അതിന് എന്താണ് തെളിവ് എന്ന് അദ്ദേഹം അന്വേഷിക്കുകയും ആ തെളിവ് സ്വഹീഹ് ആണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ട് ആ തെളിവും ആ ഹുക്മും കൂടെ പറയുന്ന ശൈലിയാണ് ഈ കിതാബിൽ ഉള്ളത്. അപ്പോൾ ഇതുവരെ പരിചയപ്പെട്ട കിതാബിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ടാകും ഈ ശൈലിക്ക്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് കൂടിയാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ ധാരാളമായി പരാമർശിച്ചു പോയ ഇബ്നു ഉസൈമീൻ, അദ്ദേഹത്തെ ശറഹുൽ മുംതി. ആ ശറഹുൽ മുംതി ആണ് അദ്ദേഹം ഒരു അടിസ്ഥാനമായി അദ്ദേഹം അതിൽ സ്വീകരിച്ചത്. ഇതിലെ മറ്റൊരു പ്രത്യേകത, ഓരോ മസ്അല പറയുമ്പോഴും ആധുനികമായ
ഇതിനോടനുബന്ധമായ മസ്അല കൂടി അദ്ദേഹം അതിൽ ചർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. ഫിഖഹിൻ്റെ പഴയ ശൈലിയോടൊപ്പം തന്നെ ആധുനികമായി മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യം വരുന്ന പുതിയ പുതിയ ഏരിയകളുണ്ടാവും. അതുകൂടി ഇതിലേക്ക് അദ്ദേഹം കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനും ഹുക്മ് പറഞ്ഞു പോവുക എന്നതാണ് ഈ കിതാബ് അദ്ദേഹം സ്വീകരിച്ച നയം. അപ്പം നമുക്ക് സാധാരണ ജീവിതത്തിൽ ആവശ്യം വരുന്ന ഒരുപാട് പ്രത്യേകിച്ച് മുആമലാത്ത് കച്ചവടങ്ങൾ സംബന്ധമായ കാര്യങ്ങൾക്ക് വരുമ്പോൾ അവിടെ ആധുനികമായ ഒരുപാട് കച്ചവടത്തിൻ്റെ ഏരിയകളൊക്കെ അതിൽ വരും. നിസ്കാരത്തിൽ നോമ്പ് പക്ഷെ അങ്ങനെ ആധുനികമായത് ഉണ്ടാവും, എന്നാലും അധികം ഉണ്ടാവില്ല. ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുക, ട്രെയിൻ യാത്ര ചെയ്യുക, അങ്ങനെയൊക്കെ ചന്ദ്രനിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെയുള്ള ആധുനികമായി ഉണ്ടാകുന്ന ആ സമയത്ത് നിസ്കാരം, ആ സമയത്ത് നോമ്പ്, അങ്ങനത്തെയൊക്കെ വരും. എന്നാൽ കച്ചവടങ്ങളൊക്കെ ഒരുപാട് പുതിയ പുതിയ മേഖലകൾ വന്നു, ഉൽപ്പാദനങ്ങൾ വന്നു. അതിലൊക്കെയുള്ള ധാരാളം ചർച്ചകൾ അദ്ദേഹം അതിൽ കൊണ്ടുവരുന്നുണ്ട്. അതാണ് പേരിൽ തന്നെ അൽ ജാമിഉ ലി മസാഇൽ ഫിഖ്ഹിൽ ഖദീമ വൽ മുആസിറ എന്ന് പറഞ്ഞത്. പൗരാണികവും ആധുനികവുമായ ഫിഖ്ഹി മസ്അലകളെ ഏകോപിപ്പിക്കുന്നതാണ് ഈ കിതാബ് എന്നാണ്. അത് അദ്ദേഹം കിതാബിൻ്റെ പേരിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഴുതിയ ആൾ ഉസ്താദ് ദക്തൂർ അബ്ദുല്ലാഹിബിൻ അബ്ദുൽ അസീസ് അൽ ജിബ്രീൻ റഹിമഹുല്ല. അബ്ദുൽ അസീസ് ജിബ്രീൻ അറിയപ്പെട്ട വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ല ഇബിൻ അബ്ദുൽ അസീസ് അൽ ജിബ്രീൻ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ ഫത്വ ബോർഡ് മെമ്പറായിരുന്നു. റിയാദിലെ ജാമിയത്തുൽ മലിക് ഖാലിദിലെ ഉസ്താദായിരുന്നു. വ്യത്യസ്തമായ ദീനി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അവസാനം ഏതാണ്ട് 7 കൊല്ലങ്ങൾക്ക് മുമ്പ് 1438 ആണ് അദ്ദേഹം വഫാത്താകുന്നത്. ഇപ്പോൾ 45ആണല്ലോ. 7 കൊല്ലം മുമ്പാണ് അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കിതാബാണ് ഈ കിതാബ്. അവസാനം അദ്ദേഹം ക്യാൻസർ ബാധിതരായി. ആ ക്യാൻസർ കൊണ്ട് ചില പ്രയാസങ്ങൾ അദ്ദേഹം നേരിട്ടു. ആ രോഗം വരുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ കിതാബിൻ്റെ പണി ആരംഭിച്ചത്. നേരത്തെ അദ്ദേഹം ഫിഖ്ഹിൽ ചെറിയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുകയും അതിൽ ചില സേവനങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലക്കുള്ള ആശയം അദ്ദേഹത്തെ മനസ്സിൽ കുറേ വർഷങ്ങളെ കൊണ്ടെടുക്കുകയും അതിന് വർക്കുകൾ തുടങ്ങുകയും ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ക്യാൻസർ പിടിപെടുന്നത്. അവസാനത്തെ 2 കൊല്ലം അദ്ദേഹം ക്യാൻസറായി കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ സമയം മിക്കവാറും അദ്ദേഹം ഇതിൻ്റെ രചനയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴൊക്കെയും ഇതിന് വേണ്ട എഴുതാൻ ആവശ്യമായ സംവിധാനം കൂടി അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി തന്നെ അഡ്മിറ്റ് ആകുമ്പോഴും അദ്ദേഹം അവിടെയും എഴുതാൻ ആവശ്യമായ സെർച്ച് ചെയ്യാൻ കമ്പ്യൂട്ടറും എഴുതാനുള്ള പെന്നും പേപ്പറും അടക്കം എല്ലാം കൂടെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ ബെഡിലടക്കം അദ്ദേഹം എഴുതാൻ കഴിയാതാകുമ്പോൾ ഒപ്പം ആളെത്തി പറഞ്ഞു കൊടുത്ത് ഓനെ കൊണ്ട് എഴുതിപ്പിച്ച് അത് വായിച്ച് കേൾപ്പിച്ച് അദ്ദേഹം അതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞ് തിരുത്തി കൊടുത്ത് കിതാബിൻ്റെ പണി കഴിഞ്ഞ ശേഷം അവസാനം വീണ്ടും അതൊരു ഒന്നും കൂടി ഒരു വായിച്ച് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹം ആ കിതാബിൻ്റെ പണി പൂർത്തീകരിച്ചത്. എല്ലാ പണിയും കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ കിതാബ് ഉണ്ടാവണം എന്നുള്ളത്. അത് അല്ലാഹു തആല അദ്ദേഹത്തിന് സാധിപ്പിച്ചു കൊടുത്തു എന്ന് മനസ്സിലാക്കാം. അവസാന സമയത്ത് അദ്ദേഹം ചികിത്സയുടെ ഭാഗമായി അമേരിക്കയിലേക്ക് അദ്ദേഹം പോകേണ്ടി വന്നു. ആ പോയപ്പോഴും അദ്ദേഹം ഈ കണ്ട എല്ലാ സംവിധാനം കൊണ്ടാണ് പോയതാണ്. ആ വിമാനയാത്രയിലടക്കം അദ്ദേഹം ഇതിൻ്റെ റിസർച്ചും കാര്യങ്ങളും വായനയും പഠനമൊക്കെ ആയിട്ട് സമയം എനിക്ക് ആയുസ് എൻ്റെ കഴിയാറായി എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരം മാക്സിമം ഉപയോഗിക്കണം എന്ന നിലയ്ക്ക് അദ്ദേഹം അതിനു വേണ്ടി തുനിയുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. അങ്ങനെ അമേരിക്കയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെയുള്ള ആ ദിവസങ്ങളിൽ അടക്കം അദ്ദേഹം ഇതിനൊരു പുനർവായന നടത്തുകയും തിരിച്ചു വന്ന് ഒരു ആശ്വാസം കിട്ടിയപ്പോൾ ഒന്നുകൂടെ അത് വീണ്ടും വായിച്ച് ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൊക്കെ ശിഷ്യന്മാർ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. അതാണ് കിതാബ് തസ്ഹീലുൽ ഫിഖ്ഹ്, ഫിഖ്ഹിനെ എളുപ്പമാക്കൽ എന്നാണ് കിതാബിന് പേര്. എഴുതിയ ആളുടെ പേര് ഉസ്താദ് ദക്തൂർ അബ്ദുല്ല ഇബിൻ അബ്ദുൽ അസീസ് അൽ ജിബ്രീൻ എന്ന് പറയുന്ന റിയാദിൽ ജീവിച്ച് റിയാദിൽ തന്നെ മരിച്ച ഒരു പണ്ഡിതനാണ്. നമ്മുടെ നാട്ടിൽ അദ്ദേഹം വന്നിട്ടുണ്ട് മുമ്പ്. വേങ്ങര മലയാള ഹൃദയം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ മറ്റേ വർഷം വന്നപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അന്ന് അവിടെ നമ്മുടെ കുട്ടികളെ ചെറിയ ക്ലാസ്സൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല അദ്ദേഹം ഈ അധ്യാപന രംഗത്തും ദഅ്വ രംഗത്തുമെല്ലാം വേറിട്ടൊരുപാട് സേവനങ്ങൾ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ലോകത്ത് പല ഭാഗത്ത് അദ്ദേഹം ധാരാളം പള്ളികൾ 100ഓളം പള്ളികൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഫണ്ട് നോക്കി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ നിൽക്കുന്ന ചില സഹായമൊക്കെ സ്വീകരിച്ചുകൊണ്ട് 100ഓളം പള്ളികൾ അദ്ദേഹം ലോകത്തിലെ പല ഭാഗത്ത് അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അതേപോലെ ഓരോ പ്രദേശത്തേക്കും അദ്ദേഹം ദഅ്വത്തിന് വേണ്ടി പ്രത്യേകമായ ആളുകൾ അദ്ദേഹത്തിൻ്റെ ശമ്പളം കൊടുത്ത് അദ്ദേഹം നിയമിക്കുകയും അവർ പല ഭാഗത്തും പോയി ദഅ്വത്ത് നടത്തുകയും അദ്ദേഹം മരിക്കുമ്പോഴും 115 ആൾക്ക് അദ്ദേഹം ശമ്പളം കൊടുത്തിരുന്നതാണ്. 115 ദാഴിമാർക്ക് അദ്ദേഹം ശമ്പളം കൊടുത്തു. അതൊന്നും പലരും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം മരിക്കുമ്പോഴാണ് പിന്നെ പലതും അതൊക്കെ അറിഞ്ഞത്. അതിൽ പലരുടെയും ദഅ്വത്തിന് ഫലമായി 11,000ഓളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ഏൽപ്പിച്ച
ഈ ആളുകളും അദ്ദേഹം നടത്തിയ ദഅവത്തൊക്കെ ആയിട്ട് 11,000-ലധികം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു ലോകത്തിൻ്റെ പല ഭാഗത്തുമായിട്ട്. അത്തരം സേവനങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി, ധാരാളം പൊതുകിണറുകൾ ലോകത്ത് പല ഭാഗത്തും അദ്ദേഹം കുഴിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരുപാട് നിലനിൽക്കുന്ന ജാരിയായ സംവിധാനങ്ങൾ അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുക്കുകയും ജീവിതം തന്നെ ആ നിലയ്ക്ക് ഒരു മാറ്റിവെക്കുകയും ചെയ്തു. എന്നാൽ വളരെ വിനയാന്യതനും അങ്ങേയറ്റം താഴ്മ കാണിക്കുന്നവരും ഈ അമലുകളൊക്കെ പുറത്ത് അറിയാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു എന്നത് അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ളവരൊക്കെ പ്രത്യേകമായി എടുത്ത് പറയാറുണ്ട്. ഇബാദത്തും തഖ്വയും ഒക്കെ അങ്ങേയറ്റം കാത്തു സൂക്ഷിച്ച, എല്ലാ രംഗത്തും ഒരു സൂക്ഷ്മത പാലിച്ച, പരമാവധി ജീവിതത്തിൽ എല്ലാ രംഗത്തും ജീവിതം ഒരു ദീനപ്രകാരം തന്നെ ജീവിക്കാൻ പരിശ്രമിച്ച ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ ഈ കിതാബ് പഠിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനും ഖബറിലേക്ക് ഇതൊരു കൂലിയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ നിയ്യത്തനുസരിച്ച് അള്ളാഹു അത് നൽകും. റബ്ബ് അവർക്കത് നൽകുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇതിൽ ഒന്നാം വാള്യം ത്വഹാറത്താണ്. അപ്പോൾ നമ്മൾ മറ്റു കിതാബ് പഠിച്ചു കഴിഞ്ഞു. ഏതാണ്ട് ആ ഒരു അതിലും വരുന്നത് ഹൈദ് നിഫാസ് വരെയുള്ള ഭാഗങ്ങളാണ് ഒന്നാം വാള്യത്തിൽ. അത് പൊതുവെ ഫിഖ്ഹിൻ്റെ ശൈലിയാണ്. ത്വഹാറത്തിൽ ആരംഭിച്ചിട്ട് പിന്നെ അങ്ങനെ നിസ്കാരം, പിന്നെ മറ്റു ആരാധനാ മുറകൾ, പിന്നെ മുആമലാത്ത്, അങ്ങനെയാണ് സാധാരണ ഫിഖ്ഹിൽ സ്വീകരിക്കുന്ന ശൈലി. അത് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഒന്നാം വാള്യം പൂർണ്ണമായും ത്വഹാറത്ത്, ശുദ്ധീകരണം എന്ന ഭാഗമാണ് അദ്ദേഹം ചർച്ച ചെയ്തത്. നല്ലൊരു ആമുഖം അദ്ദേഹം ഇതിന് ഏതാണ്ട് ഒരു 10-50ഓളം പേജ് ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു ആമുഖം അദ്ദേഹം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പഴയകാല ഫിഖ്ഹും ആധുനിക ഫിഖ്ഹും അതിൽ വന്ന ചില വ്യത്യാസങ്ങളും എവിടുന്നാണ് മദ്ഹബി പക്ഷപാതിത്വം വന്നത് എന്നും അങ്ങനത്തെ ഏരിയകളെല്ലാം അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് വളരെ നല്ലൊരു ആമുഖം ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് മതവിദ്യാർത്ഥികൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു 50ഓളം പേജുള്ള ഒരു ആമുഖം അദ്ദേഹം ഇതിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് അദ്ദേഹം കിതാബിലേക്ക് പ്രവേശിക്കുന്നത്. വെള്ളം എന്നാണ് ഒന്നാമത് തുടങ്ങുന്നത്, അഹ്കാമുൽ മിയാഹ്. അത് നമ്മളെ മറ്റൊരു തുടങ്ങി അങ്ങനെ തന്നെയായിരുന്നു. തൊഹൂർ, ത്വാഹിർ എന്നുള്ള ആ വിഭജനം തുടങ്ങി പിന്നീട് ഉളൂഹ്, തയമ്മും തുടങ്ങി വ്യത്യസ്തമായ ഏരിയകൾ, കുളി, ഹൈദ്, നിഫാസ് വരെയുള്ള കാര്യങ്ങളാണ് ഒന്നാം വാള്യത്തിൽ അദ്ദേഹം ചർച്ച ചെയ്തിട്ടുള്ളത്. അതാണ് ഒന്നാം വാള്യം. നമുക്കിനി എടുക്കാറുള്ളത് രണ്ടാമത്തെ വാള്യമാണ്. തസ്വീർ ഫിഖ്ഹിൻ്റെ രണ്ടാം വാള്യമാണ് എടുക്കാറുള്ളത്. അൽഹംദുലില്ലാഹ് 12 വാള്യം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നിലക്കും ഇതൊരു ഉപകാരപ്പെട്ടു എന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഇനി കിതാബ് സ്വലാ, അതാണ് നമുക്കുള്ളത്. നിസ്കാരം എന്ന ഭാഗം. അദ്ദേഹം എല്ലാ ഭാഗം കൊടുക്കുമ്പോഴും ആദ്യം അദ്ദേഹം തംഹീദ് കൊടുക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിൽ കിതാബ് സ്വലാത്തിൽ തങ്ങൾ ഫസ്റ്റ് കാണുന്നതായിരിക്കും തംഹീദ്. ഇതിലേക്കുള്ളൊരു പ്രവേശിക പോലെ കൊടുക്കുന്നതാണ്. അതിൽ അദ്ദേഹം പറയുക മുനാസബത്തു ഹാദൽ കിതാബ് എന്ന ഈ ഒരു കിതാബ് സ്വലാ എന്ന ഈ ഭാഗത്തിൻ്റെ ഒരു ബന്ധം, അത് മുമ്പുള്ള അധ്യായവുമായിട്ട് എന്താണ് ബന്ധം? ആദ്യം നമ്മൾ ത്വഹാറത്ത് പറഞ്ഞല്ലോ, പിന്നെ എന്തുകൊണ്ട് സ്വലാത്ത് വന്നു, എന്തേപ്പോൾ അവിടെ സക്കാത്ത് പറഞ്ഞൂടെ, അല്ലെങ്കിൽ ഹജ്ജ് പറഞ്ഞൂടെ, അല്ലെങ്കിൽ കച്ചവടങ്ങൾ പറഞ്ഞൂടെ, എന്തിനാണ് ഇവിടെ ഇതന്നെ ആദ്യം പറഞ്ഞത് എന്നാണ് അദ്ദേഹം ആദ്യത്തെ മസല. മസല നമ്പർ എത്ര? 1220. അപ്പോൾ 1219 മസല ത്വഹാറത്തിൽ പറഞ്ഞു പോയിട്ടിനർത്ഥം. ത്വഹാറത്ത് എന്ന ഭാഗത്ത് 1219 മസല അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ മുനാസബത്ത് ദിക്രി കിതാബി സ്വലാ ബഅദ കിതാബി ത്വഹാറ. ഇത് ഓരോ നമുക്ക് വായിച്ച് അർത്ഥം വെച്ച് പോകണമെന്നില്ല. ഇതിന് ഒരു ആശയം കിട്ടിയാൽ മതിയല്ലോ. മറ്റേ പോലെ നമുക്ക് അങ്ങനെ വായിച്ച് അർത്ഥം വെക്കണം എന്നുള്ളതല്ല. ത്വഹാറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്നാണ്. അത് ഒന്ന് അന്ന ശുറൂത്ത് തുദ്കറു ഖബ്ല മശ്റൂത്തി ആദത്തൻ ലിഅന്നഹ തസ്ബിഖു ഫിൽ ഫിഅലി. ഷർത്ത് മശ്റൂത്ത് നമ്മൾ പലപ്പോഴും ക്ലാസ് പറഞ്ഞാണ്. ഷർത്ത് മശ്റൂത്ത്. അപ്പോൾ ഷർത്താണോ മശ്റൂത്താണോ ആദ്യം ഉണ്ടാവുക വെച്ചാൽ ഷർത്താണ് ആദ്യം ഉണ്ടാവുക. അപ്പോൾ നിസ്കാരത്തെ ഷർത്താണ് ത്വഹാറത്ത്. ത്വഹാറത്ത് ഉണ്ടെങ്കിലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. അപ്പോൾ ഏതാണോ ഷർത്ത് അതാണ് ആദ്യം ഉണ്ടാവുക. മറ്റേതിനാണ് മശ്റൂത്ത് എന്ന് പറയാം. കാരണം അതിൻ്റെ ഷർത്താണല്ലോ ഇത്. അപ്പം നിസ്കാരത്തിൻ്റെ ഷർത്താണ് ഖിബിലക്ക് തിരിയൽ, നിസ്കാരത്തിൻ്റെ ഷർത്താണ് അവിടുത്തെ മടക്കൽ, നിസ്കാരത്തിൻ്റെ ഷർത്താണ് ശുദ്ധി ആവൽ, നിസ്കാരത്തിൻ്റെ ഷർത്താണ് സമയമായി എന്ന് അറിയൽ. അതൊക്കെ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ ഷർത്തായതുകൊണ്ട് നിസ്കാരത്തിന് മശ്റൂത്ത് എന്ന് പറയും. ഒന്ന് ഷർത്ത്, മറ്റൊന്ന് മശ്റൂത്ത്. ഏതിനുള്ള നിബന്ധനയാണോ അതിന് മശ്റൂത്ത് എന്ന് പറയും. ഏതാണോ നിബന്ധന അതിന് ഷർത്ത് എന്നും പറയും. ഷർത്തും ഫർളും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്ലാസ് പലപ്പോഴും പറഞ്ഞാണ്. ഷർത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമല്ല, മറ്റൊന്നാണ്. എന്നാൽ അതില്ലാതെ ഇത് ശരിയാവുകയില്ല. ഫർളാകുമ്പോൾ അതിൻ്റെ ഭാഗമാണ്,
അതില്ലാതെ അത് ശരിയാവുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ് വുളൂ, നിസ്കാരത്തിൻ്റെ ഫർളാണ് സുജൂദ്. അപ്പോൾ സുജൂദ് എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്നതിൻ്റെ ഒരു ഭാഗമാണ്. നിസ്കാരം എന്നെടുത്താൽ അതിൽ പെട്ടതാണ് സുജൂദ്. എന്നാൽ സുജൂദ് ഇല്ലെങ്കിലോ നിസ്കാരം ശരിയാവില്ല. വുളൂ നിസ്കാരം എന്ന് പറഞ്ഞ ഫെയിലിൽ പെട്ടതല്ല. വുളൂ വേറെ, നിസ്കാരം വേറെ. എന്നാൽ വുളൂ ഇല്ലാതെ നിസ്കാരം ശരിയാവുകയില്ല. അതാണ് ഷർത്തും ഫർളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഫർള് അതിൻ്റെ ഭാഗമായിരിക്കും, ഫർള് ഇല്ലാതെ ആ കാര്യം പൂർത്തിയാവുകയില്ല. ഷർത്ത് അതിൻ്റെ ഭാഗമല്ല, പുറത്തുള്ള ഒന്നാണ്, എന്നാൽ അതില്ലാതെ ഇത് പൂർത്തിയാവുകയില്ല. ഷർത്ത് ഇല്ലെങ്കിൽ മശ്റൂത്ത് ഇല്ല. ഷർത്തുണ്ടെങ്കിൽ മശ്റൂത്ത് ഉണ്ടാകണമെന്നില്ല. ഒന്നുണ്ടാക്കി നിസ്കരിച്ചോളുന്നുണ്ടോ? ഇല്ലല്ലോ. ഒന്നുണ്ടാക്കിയ ഒരാൾ നിസ്കരിച്ചിട്ടില്ല. ഷർത്തുണ്ടായി, പക്ഷെ മശ്റൂത്ത് ഉണ്ടായിട്ടില്ല. അപ്പം ഷർത്തുണ്ടായത് കൊണ്ട് മാത്രം മശ്റൂത്ത് ഉണ്ടാകണമെന്നില്ല. ഷർത്ത് ഇല്ലെങ്കിലോ മശ്റൂത്തില്ല. അതാണ് ഷർത്തിൻ്റെ പ്രത്യേകത. ഷർത്തില്ലേ മശ്റൂത്തില്ല. ഷർത്തുണ്ടോ മശ്റൂത്ത് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അത് മശ്റൂത്തിന് ഉണ്ടാക്കൽ നിർബന്ധമാക്കുന്ന കാര്യമല്ല ഷർത്ത്. അതാണ് ഷർത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പം ഷർത്താണ് ആദ്യം ഉണ്ടാവുക, പിന്നെ മശ്റൂത്ത് ഉണ്ടാവും. അതുകൊണ്ട് ത്വഹാറത്ത് എന്ന ഷർത്ത് ആദ്യം പറഞ്ഞു. അപ്പം ഇനി അതിനെ മശ്റൂത്ത് നിലയ്ക്ക് ശേഷം നിസ്കാരം പറയുന്നു. അതാണ് ഇതിൻ്റെ ഒരു ബന്ധം. ത്വഹാറത്ത് കഴിഞ്ഞാൽ എന്ത് നിസ്കാരം പറഞ്ഞു വെച്ചാൽ ഷർത്ത് ആദ്യം പറഞ്ഞു, ശേഷം മശ്റൂത്ത് പറഞ്ഞു എന്നതാണ് അതിലുള്ള ഒരു രഹസ്യം. വലിഹാദാ ഖദ്ദമൽ കലാം അലാ ശുറൂത്തി സ്വലാത്തി അലാ ബഖിയത്തി മസായിലിഹ. നിസ്കാരത്തെ ഷർത്തുകൾ ആദ്യം പറയുന്നു, മറ്റ് മസല പറയുന്നതിന് മുമ്പ്. എന്നിട്ട് ഷർത്ത് പറഞ്ഞിട്ടാണ് പിന്നെ നിസ്കാരം പറയുന്നത്. ഫയദ്കുർ അവ്വലൻ അഹമ്മ ശുറൂത്തി സ്വലാം. അപ്പോൾ നിസ്കാരത്തിലെ ഏറ്റവും മുഖ്യമായ ഷർത്ത് ആദ്യം പറയും. അതേതാണ്? വഹുവ ത്വഹാറ മിൻ ഹദസൈനി. രണ്ട് അശുദ്ധിയിൽ നിന്നുമുള്ള ശുദ്ധിയാവൽ, അഥവാ ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയും. അതാണ് മുഖ്യമായ ഷർത്ത്. പിന്നീട് കമാ സബഖ ബയാനു ഫി ഫത്ഹി കിതാബ് ത്വഹാറ, കിതാബ് ത്വഹാറത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. സുമ്മ യുഅഖിബുഹു ബയാന അഹമ്മിയത്തു സ്വലാം. പിന്നീട് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം. ഷർത്ത് ആദ്യം പറഞ്ഞു, ഇനി നിസ്കാരത്തിൻ്റെ പ്രാധാന്യം പറയും. അൽ മഫ്റൂല, ഫർളായ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഹുക്മ്, കാരണം അത് മുഖ്യമായ മസ്അലയാണ്. ശേഷം അൽ കലാം അൽ അദാൻ, പിന്നെ ബാങ്ക്. നിസ്കരിക്കാൻ തുടങ്ങുകയാണല്ലോ. അപ്പോൾ ഇതുണ്ടാക്കി നിസ്കാരത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം, അതിൻ്റെ ഹുക്കുമൊക്കെ പറഞ്ഞു കൊടുത്തു. ശേഷം നിസ്കരിക്കാൻ മുന്നോട്ട് വരുമ്പോൾ അവർ ആദ്യം ചെയ്യേണ്ട പണി ബാങ്ക് വിളിക്കണം. അപ്പോൾ ബാങ്ക് പറയും. അത് കഴിഞ്ഞാൽ ലിഅന്നഹു ബാങ്ക് നിസ്കാരത്തിന് മുമ്പാണല്ലോ. പിന്നീട് അതിനുശേഷം മറ്റു ഷർത്തുകൾ പറയും, ഖിബ്ലക്ക് മുന്നിടുക, അതേപോലെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ അലാ സുൽബി സ്വലാ, നിസ്കാരം എന്താണ്, അതിൻ്റെ രൂപം, അതിൻ്റെ ഫർളുകൾ, അതിൻ്റെ സുന്നത്തുകൾ, അതൊക്കെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റു മസ്അലകൾ, നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, നിസ്കാരം വാത്പാത്തിലാകുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മറ്റു മസ്അലകൾ പറയും. പിന്നീട് മറ്റു നിസ്കാരങ്ങൾ, ഫർളല്ലാത്ത നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയും. പിന്നെ ചിലത് ഫർള് ഐനാണ്, ചിലത് ഫർള് കിഫായാണ്. അപ്പോൾ ഫർള് ഐന് പറയും, അതേപോലെ പിന്നീട് ഫർള് കിഫായ പറയും. ജുമുഅ ഫർള് ഐനാണ്, എന്നാൽ സ്വലാത്തുൽ ജനാസ ഫർള് കിഫായയാണ്. ചിലത് ആവട്ടെ സുന്നത്തുകളാണ്, റവാത്തിബ് സുന്നത്ത് പോലെ മറ്റുള്ളവ. ഇങ്ങനെ ആണ് ഈ കിതാബു സ്വലാത്തിൻ്റെ ഒരു ഓർഡർ അദ്ദേഹം ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ത്വഹാറത്ത് പറഞ്ഞു, ശേഷം നിസ്കാരത്തിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം, അതാണ് പിന്നെ പറയുക. അതാണ് ഒന്നാമത്തെ ബാബ്, ഫർളു സ്വലാത്തി വ ഉഖൂബത്തു മൻ ഫർറത ഫീഹാ. അതാണ് ഒന്നാമത്തെ ബാബ്, ഫർളു സ്വലാ, നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത, വ ഉഖൂബത്തു മൻ ഫർറത ഫീഹാ, അതിൽ വീഴ്ച വരുത്തിയ ആൾക്ക് ലഭിക്കുന്ന ശിക്ഷയും. അതാണ് ഇപ്പോൾ ത്വഹാറത്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം. നിസ്കാരത്തിൽ അദ്ദേഹം ആദ്യം ചർച്ച ചെയ്യുന്നത് നിസ്കാരത്തിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം, അത് ഒഴിവാക്കിയ ശിക്ഷ. അതാണ് ആദ്യത്തെ ചർച്ച. കാരണം നിസ്കാരം എന്താണെന്ന് പറഞ്ഞ മുമ്പ് നിസ്കാരം എന്തിനാണ് എന്ന് പറയുന്നു. അപ്പോഴാണ് നിസ്കരിക്കാൻ ഒരു ആവേശം ഉണ്ടാവുക. എന്നിട്ട് പിന്നെ നിസ്കരിക്കാൻ മുന്നോട്ട് വരും. അപ്പോൾ എങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു രീതി. അൽ ഫസ്ലുൽ അവ്വൽ മുഹ്തവ ഹാദൽ ബാബ്, ഈ ബാബിൽ ചർച്ച ചെയ്യുന്ന സംഗതികൾ എന്തൊക്കെയെന്നതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതിൽ മക്കാനത്തു സ്വലാത്തി ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിസ്കാരത്തിൻ്റെ സ്ഥാനം, വബഅദി ഫളാഇലിഹ അൽ ഉഖ്റ, മറ്റു ചില ഫളാഇൽ നിസ്കാരത്തിൻ്റെ മഹത്വങ്ങൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ, വഉഖൂബത്തി താരിഖിഹ അംദൻ ഫിൽ ജുംല, മൊത്തത്തിൽ നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കിയാൽ
അവനുള്ള ശിക്ഷ. തീരെ നിസ്കരിക്കുന്നില്ല എങ്കിൽ അവനുള്ള ശിക്ഷ എന്താണ്? നിസ്കാരം കൃത്യമായി നിർവഹിച്ചു പോകുന്ന ഒരാൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന പ്രതിഫലം. ദുനിയാവിലും മെച്ചമുണ്ട്, ആഖിറത്തിലും അതുകൊണ്ട് നേട്ടമുണ്ട്. അത് ശേഷം പറയും. നിസ്കാരം പാഴാക്കിയവനുള്ള ശിക്ഷ. അല്ലെങ്കിൽ നിസ്കാരത്തെ കാലത്ത് അലംഭാവം കാണിച്ചവൻ, ഒന്നാമത് നിഷേധിച്ചവൻ, പൂർണ്ണമായും നിസ്കാരം ഒഴിവാക്കി. 2 നിസ്കാരം പാഴാക്കി, നിസ്കാരം നിർബന്ധ വിശ്വാസമുണ്ട് പക്ഷെ നിസ്കരിക്കുന്നില്ല. 3 അതിൽ അലംഭാവം കാണിച്ചു, നിസ്കരിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷേ അത്ര കൃത്യമായിട്ടല്ല നിസ്കരിക്കാറുള്ളത്. ഇവരൊക്കെ ഖബറിലുള്ള ശിക്ഷയും നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷയും. ഇത്രയും ഭാഗമാണ് ഈ ഒന്നാമത്തെ ബാബിൽ. ഫദ്ലു സ്വലാത്തി വ ഉഖൂബത്തു മൻ ഫറത്ത ഫീഹാ, അല്ലെങ്കിൽ ഉഖൂബത്തി മൻ ഫറത്ത ഫീ, രണ്ടും വായിക്കാം. ഫദ്ലു സ്വലാത്തി വ ഉഖൂബത്തു മൻ ഫറത്ത ഫീഹാ എന്നും വ ഉഖൂബത്തി മൻ ഫറത്ത ഫീഹാ എന്നും വായിക്കാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ ബാബിൽ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ അത് എന്തൊക്കെ ഉണ്ട് എന്നാണ് അതിൽ ഫസ്ലുൽ അവൽ, ആദ്യത്തെ ഫസ്ല്. അത് ഫിഖിൻ്റെ ശൈലിയാണ്. ആദ്യം കിതാബ്, പിന്നെ ബാബ്, പിന്നെ ഫസ്ല്. ഞാൻ മുമ്പ് ബോർഡും എഴുതി പറഞ്ഞിട്ടുണ്ടത്. ഏത് ഫിഖിൻ്റെ കിതാബ് എടുത്താലും ആദ്യം കിതാബ്, കിതാബു ത്വഹാറ, അല്ലെങ്കിൽ കിതാബു സ്വലാ, കിതാബു സക്ക, ഒരുപാട് അധ്യായങ്ങൾ ചേർന്നതിനാണ് ഒരു കിതാബ് എന്നവർ ഉപയോഗിക്കുന്നത്. അതിനുള്ളിൽ പിന്നെ വരുന്നതാണ് ബാബ്. അത് പറഞ്ഞേ ബാബു, പിന്നെ അൽ ഫസ്ലുൽ അവൽ, ബാബു ഫദ്ലി സ്വലാ, ബാബു ഫദ്ലി സ്വലാ, അതൊരു ബാബ്. ഇനി അതിൽ തന്നെയുള്ള ഉപാധ്യായങ്ങൾ, അതാണ് ഫസ്ല്. അതിലുള്ള ചില മറ്റു അനുബന്ധമായ വിഷയങ്ങൾ. അതിൽ തന്നെ ഫർഅ് വേറെ വരും. ഉപാധ്യായത്തിൽ തന്നെ വരുന്ന ഓരോ മസലകളെ ഓരോ ഫർഅ് ആയിക്കൊണ്ട് വേർതിരിക്കാറുണ്ട് ഫിഖ് പണ്ഡിതന്മാർ. ഇതിലതില്ല. ഇതിലുള്ളത് കിതാബ്, ബാബ്, ഫസ്ല്. ഇതിൻ്റെ കിതാബ് മൊത്തമുള്ളത് 1 കിതാബ്, 2 ബാബ്, 3 ഫസ്ല്. ചില കിതാബിൽ 4ാമത്തെ വരും ഫർഅ്, അതിൻ്റെ ഒരു അനുബന്ധങ്ങൾ. അതിൽ തന്നെ വരുന്ന മറ്റു ചില ഓരോ മസലകളെ ഓരോ ഫർഅ് ആയിക്കൊണ്ട് അവർ പരിഗണിക്കാറുണ്ട്. അൽ ഫസ്ലു സാനി, ഈ ബാബിലെ 2ാമത്തെ ഫസ്ല്, ബാബു മക്കാനത്തിഹ മിനൽ ഇസ്ലാം വ ഫളാഇലുഹ. ബാബു മക്കാനത്തിഹ മിനൽ ഇസ്ലാം, ഇസ്ലാമിൽ നിസ്കാരത്തിൻ്റെ സ്ഥാനം. മക്കാനത്ത് ബയാനു, ബയാനു മക്കാനത്തിഹ, അത് സ്ഥാനം വിശദീകരിക്കൽ. മിനൽ ഇസ്ലാം, ഇസ്ലാമിൽ നിസ്കാരത്തെ സ്ഥാനം എത്രയാണ് എന്ന് വിശദീകരിക്കൽ. വ ഫളാഇലുഹ, നിസ്കാരത്തിൻ്റെ ഫളാഇലുകളും വിശദീകരിക്കൽ, അല്ലെങ്കിൽ ഫളാഇലിഹ. അതാണ് ഈ 2ാമത്തെ ഫസ്ലിൽ അദ്ദേഹം ചർച്ച ചെയ്തത്. 1222ാമത്തെ മസ്അലയാണ് അദ്ദേഹം അതിൽ ആദ്യമായി കൊണ്ടുവരുന്നത്. ലിസ്സലാത്തി ഫിൽ ഇസ്ലാമി ശഅ്നുൻ അളീമുൻ വ അഹമ്മിയത്തുൻ ബാലിഗ. നിസ്കാരത്തിൽ ഇസ്ലാമിൽ വലിയ മഹത്വവും വലിയ പ്രാധാന്യവും കൽപ്പിച്ചിട്ടുണ്ട്. വയത്തദിഹു ദാലിക മിമ്മാ യലി, താഴെ പറയുന്ന തെളിവുകളിൽ നിന്ന് അത് വ്യക്തമാണ്. അപ്പോൾ ഇനി അദ്ദേഹം നിസ്കാരത്തിൻ്റെ മഹത്വം പറയുന്ന തെളിവാണ് ശേഷം പറയുന്നതെല്ലാം. നിസ്കാരത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രാധാന്യം പറയുന്ന തെളിവുകൾ. 1, അന്ന സ്വലാത്ത റുക്നുൻ മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ തൂണുകളിൽപ്പെട്ട തൂണാണ് നിസ്കാരം എന്നല്ല. ബൽഹിയ അഹമ്മു അർക്കാനിഹി ബൈദ ഷഹാദത്തൈൻ, 2 ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മുഖ്യമായ റുക്കിന് നിസ്കാരമാണ്. ഇസ്ലാം കാര്യം 5ആണല്ലോ അർക്കാൻ. അത് ഏറ്റവും മുഖ്യമായത് 2 ഷഹാദത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് നിസ്കാരമാണ്. തെളിവെന്താണ്? ലിമാ റവൽ ബുഖാരിയും മുസ്ലിം. തെളിവ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. ഇതാണ് ശൈലി. ഒരു വിഷയം പറഞ്ഞ അപ്പോൾ തെളിവ് പറയും. ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ, ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് അതിന് തെളിവ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല, ഇബ്നു ഉമറിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെന്ന് ഇബ്നു ഉമർ പറഞ്ഞതായിട്ട് സനദോടുകൂടി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് അതിന് തെളിവ്. എന്ത് തെളിവ്? ഇസ്ലാമിൻ്റെ റുക്കിനുകളിൽ ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മുഖ്യമായ റുക്കിന് നിസ്കാരമാണ്. തെളിവ് ഈ ഹദീസ്. ഏതാണ്? നബി പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ബുനിയൽ ഇസ്ലാം, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അലാ ഖംസിൻ, 5 കാര്യങ്ങളിൽ മേലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ആണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഇഖാമുസ്സലാ,
നിസ്കാരം മുറപ്രകാരം നിർവഹിക്കലും, വഈതാഉ സക്കാ സക്കാത്ത് നൽകലും, വൽ ഹജ്ജു ഹജ്ജും, വസൗമു റമളാന റമളാൻ നോമ്പും. ഈ 5 കാര്യങ്ങളാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇല്ല, ഇത് ഓർഡറല്ല, 5 കാര്യം പറഞ്ഞോളൂ. ചില ദിവസം ഹജ്ജ് ഇപ്പുറത്തുണ്ട്, നോമ്പ് അപ്പുറത്തുണ്ട്. അതാ ഓർഡർ പറഞ്ഞതല്ല, ഈ 5 കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എല്ലാത്തിലും സഹാത്ത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞത് നിസ്കാരമാണ്. അപ്പോൾ ഏറ്റവും ഇസ്ലാമിൻ്റെ മുഖ്യമായ 5 റുക്നുകൾ അതിൽ ഒന്നാണ് നിസ്കാരം. അതിൽ തന്നെ ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് നിസ്കാരത്തിനാണ്. അപ്പോൾ നിസ്കാരത്തിന് ഇസ്ലാം എത്ര കണ്ട് പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നതിന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. കമാ അന്ന സ്വലാത്ത വസ്സകാത്ത ഹുമാ അമൂദു ഹാദദ്ദീൻ. നിസ്കാരവും സകാത്തും ഹുമാ അത് രണ്ടും അമൂദു ഹാദദ്ദീൻ ഈ മതത്തിൻ്റെ തൂണുകളാണ് എന്നതും പ്രാധാന്യമുള്ളതാണ്. ഇസ്ലാമിൻ്റെ 2 തൂണാണ്, ഒന്ന് നിസ്കാരം, മറ്റൊന്ന് സക്കാത്ത്. തെളിവ് ഫഖദ് സബത ഫി ഹദീസ് മുആദ് അത്വീലി. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബീനെ ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അത്വീൽ ദീർഘമായൊരു ഹദീസിൽ, എല്ലാം കൂടെ കൊടുത്തില്ല ഇവിടെ, ദീർഘമായ ഹദീസാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രം അദ്ദേഹം അവിടെ നൽകിയതാണ്. ആ ഹദീസിൽ കാണാം അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന റഅസ ഹാദൽ അംരി ഈ കാര്യത്തിൻ്റെ അഥവാ നബി അല്ലാഹു നിയോഗിച്ച മതത്തിൻ്റെ ഏറ്റവും മുഖ്യമായത് അൻ തശ്ഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഇതാണ് റഅസുൽ അംർ, മുഖ്യമായ കാര്യം. റഅസുൽ അംർ ഈ കാര്യത്തിൻ്റെ റഅസ്, അത് തല, അതിന് മുഖ്യമായത് ഷഹാദത്താകുന്നു. വ ഇന്ന ഖിവാമ ഹാദൽ അംരി ഇഖാമുസ് സ്വലാ വ ഈതാഉസ് സക്കാ. ഈ കാര്യത്തിൻ്റെ ഏറ്റവും മികച്ചത്, അതിൽ അവലംബയോഗ്യമായ കാര്യം എന്നത് നിസ്കാരവും സക്കാത്തുമാണ്. അപ്പോൾ റഅസുൽ അംർ ഷഹാദത്താണ്. ഖിവാമുൽ അംർ ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന 2 കാര്യങ്ങൾ നിസ്കാരവും സക്കാത്തുമാകുന്നു. വഇന്ന ദിർവത സിനാമി മിൻഹു അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ഇതിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ളത് സിനാം, ദിർവത്തു സിനാം എന്നാൽ ഈ ഒട്ടകത്തിൻ്റെയൊക്കെ പൂഞ്ഞയുടെ ഏറ്റവും മുകൾ ഭാഗത്തിനാ പറയാം, ഏറ്റവും ഉച്ചയിലുള്ളത് അൽ ജിഹാദു ഫീ സബീലില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദുമാകുന്നു. അപ്പോൾ അവിടെ മുഖ്യമായ ഇതിൻ്റെ നയിക്കുന്ന നേതൃത്വം വഹിക്കുന്ന 2 കാര്യങ്ങൾ എന്ന നിലക്ക് നിസ്കാരത്തെയും സക്കാത്തിനെയുമാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ അതും നിസ്കാരത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ബാബിൽ ഒന്നാമത്തെ മസ്അല എന്നുള്ളത് നിസ്കാരം മിൻ അർക്കാൻ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അർക്കാനിൽപ്പെട്ടതാണ്. അല്ല, ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ റുക്ന് അതാണ് ഈ അധ്യായത്തിലെ ഒന്നാമത്തെ മസ്അല. ഇനി രണ്ടാമത്തെ മസ്അല, മൊത്തം മസ്അല 1224, ഈ ബാബിൽ 2, അതിൽ നമ്മൾ എടുത്തുകൊണ്ട് 1224 ബാർ 2, അഥവാ കിതാബ് തുറക്കം മുതൽ എടുത്താൽ 1224. ഈ അധ്യായത്തിലെ രണ്ടാമത്തെ മസ്അല അന്നഹ അഫ്ളലു മഫ്തറലഹു അല്ലാഹു തആല അലാ ഇബാദിഹി ബഅദ തൗഹീദിഹി. അന്നഹ തീർച്ചയായും നിസ്കാരം അഫ്ളലു മാ ഇഫ്തറലഹു അല്ലാഹു തആല അലാ ഇബാദിഹി, അല്ലാഹു തആല തൻ്റെ അടിമകൾക്ക് ഫർളാക്കിയ കാര്യങ്ങളിൽ ഏറ്റവും അഫ്ളലായതാണ്. അല്ലാഹു തആല അവൻ്റെ അടിമകൾക്ക് എന്തെല്ലാം ഫർളാക്കിയിട്ടുണ്ടോ ആ കാര്യങ്ങളിൽ അഫ്ളൽ, അത് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. ബഅദ തൗഹീദിഹി, തൗഹീദിനു ശേഷം. ഫർളാക്കിയ തൗഹീദ് അല്ലാഹ് ഫർളാക്കിയ കാര്യമാണ്. അപ്പോൾ അത് നിസ്കാരത്തിന് മുമ്പ് തന്നെയാണ്, സംശയമൊന്നുമില്ല. തൗഹീദ് കഴിഞ്ഞാൽ വൽ ഈമാന ബി റസൂലിഹി വ ബിമാ ജാഊ ബിഹി, അതേപോലെ റസൂലുമാരെ വിശ്വസിക്കുക, അവർ കൊണ്ടുവന്ന് വിശ്വസിക്കുക എന്നതിന് ശേഷം ഏറ്റവും വലിയ അഫ്ളലായ ഫർള് നിസ്കാരമാകുന്നു. ഈമാനും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളലായ ഫർള് നിസ്കാരമാകുന്നു. തെളിവന്ത് ലിമാ റവൽ ബുഖാരിയു മുസ്ലിം, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് തെളിവ്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു മസ്ഊദാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാല സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇബ്നു മസ്ഊദ് പറയാണ്, ഞാൻ നബിയോട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അതുപോലെ ഹദീസ് പറയുമ്പോൾ ആ ഹദീസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അത് ഏതെല്ലാം കിതാബിൽ വന്നു,
അത് സ്വഹി ആണോ അല്ലേ, സ്വഹി അല്ലെങ്കിൽ എന്തുകൊണ്ട്, ആണെങ്കിൽ അത് ഏതൊക്കെ കിതാബിലാണ് അത് പരാമർശിച്ചത്, അനിവാര്യമായ ഹദീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വ്യാഖ്യാനം കൊടുക്കേണ്ടതെങ്കിൽ അതെല്ലാം കൊടുത്തുകൊണ്ട് അദ്ദേഹം പിന്നെ കൊടുത്താണ്. കിതാബ് ആദ്യം എഴുതി, പിന്നെ ഒരു അനുബന്ധമായി അദ്ദേഹം എഴുതിയതാണത്. അതാണ് ഒരു വര കാണുക. അപ്പോൾ വരൻ്റെ മേലുള്ളതാണ് അസ്ല് കിതാബ്, വര താഴെയുള്ളത് അതിൻ്റെ അനുബന്ധമായ വചനങ്ങളാണ്. അത് ആവശ്യമുള്ളതിന് വായിച്ചു വെക്കാനേ ഉള്ളൂ. അതിപ്പോൾ സംഗതി മൊത്തം അദ്ദേഹം കൊടുക്കും. ഇപ്പോൾ ഇതേ നോക്കി, ഇപ്പോൾ നിങ്ങൾ ക്ലിയറാക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ 7ാമത്തെ പേജിൽ നമ്മളിപ്പോൾ വായിച്ചല്ലോ, അവിടെ ലിമാ റവൽ ബുഖാരി വ മുസ്ലിം എന്ന് പറഞ്ഞ അവിടെ ഹദീസ് കൊടുത്തു. അവിടെ അതിന് മേലെ ഫസ്റ്റ് ഹദീസ് കൊടുത്തപ്പോൾ അൽ ജിഹാദു ഫീ സബീലില്ലാ, അവിടെ ഒരു നമ്പർ ഉണ്ടാവും. എത്ര? 2. താഴെ 2 ഉണ്ടാവും. റവാഹു അഹ്മദ്, ആ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം അഹ്മദ്, അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ 22,132 ഹദീസാണിത്. ഇമാം അഹ്മദ് പറയുന്നു ഹദ്ദസന അബുന്നദർ, എന്നോട് അബുന്നദർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അഹ്മദ് ഉദ്ധരിച്ചിരിക്കുന്നു. വറവാഹു ഇബ്നു നസ്ർ, ഇബ്നു നസ്റും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഫി തഅലീമി ഖദ്രി സ്വലാ എന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ. അതിൽ ഹദ്ദസന ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം അഖ്ബറനാ റൗഹ് ബിൻ ഉബാദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സനദ് ഉള്ളത്. വറവാഹു അഹ്മദു, ഇമാം അഹ്മദ് തന്നെ അത് മറ്റൊരു വഴിക്ക് ഉദ്ധരിച്ചിട്ടുണ്ട് 22,063. ഹദ്ദസന വക്കീഉൻ ഖാല ഹദ്ദസന സുഫ്യാൻ കുല്ലുഹും അൻ അബ്ദുൽ ഹമീദ് ഇബ്നു ബഹ്റാം. ഇമാം അഹ്മദിനോട് പറഞ്ഞ ഇമാം വക്കീലിനോട് പറഞ്ഞ ഇമാം സുഫ്യാൻ, അവരൊക്കെ ഉദ്ധരിച്ചതോ അബ്ദുൽ ഹമീദ് ഇബ്നു ബഹ്റാമിൽ നിന്ന്. വറവാഹു തൊബറാനി, ഇതേ ഹദീസ് ഇമാം തൊബറാനി ഉദ്ധരിച്ചിരിക്കുന്നു ഫി മുസ്തദ് ഷാമിയീൻ, മുസ്തദ് ഷാമിയീൻ എന്ന കിതാബിൽ 2938 ഹദീസ്. ബി സനദിൻ ഹസനിൻ അൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുറഹ്മാൻ ഇബ്നു അബി ഹുസൈൻ വഹു മക്കിയുൻ സിഖത്തുൻ, മക്കക്കാരനാണ്, വിശ്വസ്തനാണ്, അദ്ദേഹത്തിനാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. കിലാഹുമ, അവർ രണ്ടുപേരും അൻ ഷഹ്റിൻ, ഷഹ്ർ എന്ന റാവിയിൽ നിന്നാണ് ഉദ്ധരിച്ചത്. ഷഹ്ർ പറഞ്ഞതോ ഖാല ഹദ്ദസന ഇബ്നു ഗനം, എന്നോട് ഇബ്നു ഗനം പറഞ്ഞു അൻ മുആദ് ബിൻ ജബൽ എന്നാണ് അതിന് സനദുള്ളത്. വസനദുഹു ഹസനുൻ, അത് സനദ് സ്വീകാര്യയോഗ്യമായ സനദാണ്. റിജാലുഹു ഷാമിയ്യൂന യുഹ്തജു ബിഹിം വറിവായത്തു ഷഹ്റിൻ ഫിഹാ കലാമുൻ യസീർ. എന്നാൽ ഷഹ്ർ എന്ന റാവിയുടെ റിപ്പോർട്ടുകളിൽ പൊതുവെ ചെറിയ ചില സംസാരങ്ങൾ, ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ലാക്കിൻ റിവായത്ത് ഇബ്നു ബഹ്റാം അൻഹു ഖവിയ്യ, ഷഹ്റിൽ നിന്ന് ഇബ്നു ബഹ്റാം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ബലമുള്ള റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് ഷഹ്റിനെ പറ്റി ഇങ്ങനെ അഭിപ്രായം ഉണ്ടല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല, അത് ഇതിനെ ബാധിക്കുന്നില്ല. ഷഹ്റിൽ നിന്ന് ഇബ്നു ബഹ്റാമാണ് ഉദ്ധരിച്ചത്, ഇബ്നു ബഹ്റാം ഉദ്ധരിച്ചാൽ അത് ശക്തമായ റിവായത്തായി പരിഗണിക്കും. മാത്രമല്ല ഒക്കെ താബഅഹു ഉമൈർ ബിൻ ഹാനി, ഉമൈർ ബിൻ ഹാനി അത് അനുബന്ധമായി ഉദ്ധരിച്ചിട്ടുമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ബലം അതിന് കൂടി. അതെവിടെ? ഫഖദ് റവാഹു ഇബ്നു ഹിബ്ബാൻ, അത് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ചിരിക്കുന്നു 214 ഹദീസായി കൊണ്ട്. വത്തൊബറാനി ഫി മുസ്നദ് ഷാമിയീൻ, ഇമാം തൊബറാനി ഉദ്ധരിച്ചിരിക്കുന്നു 222 ഹദീസായി കൊണ്ട്. ബി സനദിൻ ജയ്യിദിൻ അൻ ഉമൈർ ബിൻ ഹാനിഇൻ അന്നഹു സമിഅ അബ്ദുറഹ്മാൻ ഇബ്നു ഗനം അൻ മുആദിൻ ബിത്വറഫിൻ മിൻ ഹദീസ് വഹാദാ സനദുൻ ജയ്യിദുൻ മുത്തസിൽ, അത് നല്ല മുത്തസിലായ ചേർന്നു വന്ന ഇടയ്ക്ക് കണ്ണിമുറിയാത്ത ഹദീസാകുന്നു അത്. ഇനി ഒരു ഹാദൽ ഹദീസ്, ഈ ഹദീസിനുണ്ട് തുറുഖുൻ ഉഖ്റ, മറ്റു ചില റിപ്പോർട്ടിലൂടെയും ഇത് വന്നിട്ടുണ്ട്. വരിവായാത്തുൻ ഫീഹാ ളുഅ്ഫുൻ, അതിലെല്ലാം ദുർബലതകൾ ഉണ്ട്. തതഖവ്വാ ബിഹാ റിവായത്തു സാബിഖ, അത് ഈ റിപ്പോർട്ടുകൾക്കെല്ലാം ഒരു ഉപോത്ബലകമായ റിപ്പോർട്ടായി അതിനെ പരിഗണിക്കാം. ഒമിൻ തിൽക റിവായാത്ത്, അതിൽപ്പെട്ടതാണ് റിവായത്തുൽ മശ്ഹൂറ വലഫ്ദുഹാ വഅമുദുഹാ അസ്സലാ എന്ന റിവായത്തുണ്ട്, അത് ദഈഫാണ്. വബിൽ ജുംല, മൊത്തത്തിൽ ഹാദൽ ഹദീസ് സ്വഹീഹുൻ, ഈ ഹദീസ് സ്വഹീഹാണ്. ബി മജ്മുഇ തുറുഖി റിവായാത്തിഹി, എല്ലാ റിവായത്തും വെച്ച് നോക്കുമ്പോൾ ഈ ഹദീസ് സ്വഹീഹാണ്. വയുൻദർ, നീ കൂടുതൽ പഠിക്കണമെങ്കിൽ നോക്കാവുന്ന കിതാബാണ് ജാമിഉൽ ഉലൂമി വൽ ഹികം എന്ന കിതാബിൽ അൽ ഹദീസ് താസി വൽ 29 ഹദീസിൻ്റെ വ്യാഖ്യാനം വായിച്ച് നോക്കിയാൽ അവിടെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ കാണാം. അത് ഇബ്നു റജബ് ഹംബലി. നുസ്ഹത്തുൽ അൽബാബ്, നുസ്ഹത്തുൽ അൽബാബ് നോക്കാം. ഫി ഖൗലി തിർമിദി വഫിൽ ബാബ്, ഇമാം തിർമിദി പറഞ്ഞത് അവിടെ എടുത്തു കൊടുത്തുകൊണ്ട് അവിടെയും പറയുന്നുണ്ട്. അത് അത്രയും അദ്ദേഹം ആ ഹദീസിനെ പറ്റി കുറച്ച് ചർച്ചയാണ്. അപ്പം ഇത് ആഴത്തിൽ പഠിച്ച ആളുകൾക്ക്, പണ്ഡിതന്മാർക്ക് ഒക്കെ അത് ഉപകാരപ്പെടും. അപ്പോൾ ഒരാൾ പറയണം ഈ ഹദീസ് സ്വഹീഹല്ല എന്നിപ്പോൾ ഒരാൾ പറഞ്ഞേക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാ ചർച്ചയും അദ്ദേഹം അവിടെ കൊടുത്തു. ഇതാണ് അദ്ദേഹം താഴെ അനുബന്ധമായി കൊടുത്തത്. അതാണ് തഖ്രീജ്, തഹ്ഖീഖ്, തഅലീഖ് എന്ന് പറഞ്ഞ 3 ഭാഗങ്ങൾ. ഇങ്ങനെ അദ്ദേഹം ഓരോ ഹദീസും ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച് അദ്ദേഹം ഈ ചർച്ചയ്ക്ക് വരില്ല, ആവശ്യമില്ല, അംഗീകരിക്കപ്പെട്ടു പോയാൽ. അല്ലാത്തതിനൊക്കെ അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് അത് വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ മസാല വായിച്ച് പോയാൽ മതി.
അതെ ആഴത്തിൽ പണിയെടുത്തിട്ടുള്ള കിതാബാണ്, വെറുതെ ഇതാക്കിയല്ല. അപ്പം നമ്മൾ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ സമയം ഞങ്ങൾ ഇതൊക്കെ വായിച്ച് വരും. കാരണം ഈ ഹദീസിനെ പറ്റി നമുക്ക് എടുക്കുമ്പോൾ പറയണമെങ്കിൽ അത് ആവശ്യമായി വരും. അപ്പം അത് ഒരു ജസ്റ്റ് ഇങ്ങനെ ഓരോന്നും പറയാണ്. ഇതൊന്നല്ല ഒക്കെ കഴിയും. അൽഹംദുലില്ലാ. അപ്പം ഈ ഹദീസ് 7-ാമത്തെ പേജിൽ ലാസ്റ്റ് പറഞ്ഞത് ലിമാ റവൽ ബുഖാരിയും മുസ്ലിം അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യുൽ അമലി അഫ്ളലു, ഏത് അമലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഞാൻ നബിയോട് ചോദിച്ചു. ഖാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു അസ്സലാത്തു ലിവഖ്തിഹാ, നിസ്കാരം അതിന് സമയത്ത് നിർവഹിക്കലാകുന്നു. നിസ്കാരം അതിന് സമയത്ത് നിർവഹിക്കലാകുന്നു. അപ്പം ഏറ്റവും അഫ്ളലായ അമലേത് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി നിസ്കാരം എന്നാണ്. ഖുൽതു ഖാല, ഇബ്നു മസ്ഊദ് പറയുന്നു ഖുൽതു, ഞാൻ ചോദിച്ചു സുമ്മ അയ്യു, പിന്നെ ഏതാ നബിയെ? നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? ഖാല, നബി തങ്ങൾ പറഞ്ഞു ബിർറുൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാകുന്നു. ഖാല, ഇബ്നു മസ്ഊദ് പറയുന്നു ഖുൽതു, ഞാൻ ചോദിച്ചു സുമ്മ അയ്യുൻ, പിന്നെ ഏതാണ്? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലെ ജിഹാദാകുന്നു. അതെ, അതൊക്കെ ഉണ്ടാവും. അത് ഓരോ സന്ദർഭത്തിലാണ് ഉത്തരങ്ങൾ പറയുക. അത് ചിലതിൽ ഇത് ഓർഡർ അല്ലാതെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഏതേറ്റവും നല്ലത് വെച്ചപ്പോൾ ഓരോ ഹദീസ് പറഞ്ഞു ഭക്ഷണം കൊടുക്കലാണ് പറഞ്ഞു. അയ്യുൽ ഇസ്ലാമി ഖൈർ എന്ന് വെച്ചപ്പോൾ തുത്ഇമുത്ത് ആം, ഭക്ഷണം കൊടുക്കുക. അത് ചോദിക്കുന്ന ആളുടെ സന്ദർഭം, അയാളുടെ പ്രകൃതവും അയാളുടെ സാഹചര്യമൊക്കെ നോക്കിയിട്ടാണ് നബി തങ്ങൾ പലപ്പോഴും മറുപടി പറയാറുള്ളത്. ആ ഒരു ഹദീസ് കൊണ്ട് മാത്രം എല്ലാത്തിനേക്കാളും മഹത്വം അതിലാണ് വരില്ല, എന്നാൽ അത് മഹത്വമുള്ളതാണ് എന്ന് വരും. ഇവിടെ ചോദ്യം എന്താണ്? അയ്യുൽ അമലി അഫ്ളൽ, അമലിൽ അഫ്ളൽ ഏതാണ്? അപ്പോൾ അവിടെ നിസ്കാരം നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈമാൻ കഴിഞ്ഞാൽ പിന്നെ അമലിൽ ഏറ്റവും പ്രാധാന്യം നിസ്കാരത്തിനാണ് എന്ന ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നു. ഇത് ബുഖാരി മുസ്ലിം വെച്ചാണ്. അവിടെ നമ്പർ 1 താഴെ ഉണ്ടാവും. അവിടെ ഫീസബീൽ അവിടെ നമ്പർ 1 ഉണ്ടല്ലോ, താഴെ 1 നോക്കുകയാണ്. സ്വഹീഹ് ബുഖാരി 527, സ്വഹീഹ് മുസ്ലിം 85. വളരെ ചർച്ചയില്ല, വളരെ ചർച്ചയുടെ ആവശ്യമില്ല. ഒരു ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചു പറഞ്ഞാൽ പിന്നെ ഇതിനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതിൽ വന്നതിന് അപ്പുറത്ത് എന്തെങ്കിലും ഒരു അനുബന്ധമായ ഒരു വാചകം അധികം പറയുകയാണെങ്കിൽ അതേക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അപ്പം ഇതാണ് തെളിവ്. വലിമാ സബത അൻ സൗബാനിൻ ഖാല, വലിമാ സബത അൻ സൗബാൻ, സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസും ഇത് തെളിവാണ്. ഖാല, സൗബാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെന്ന് സൗബാൻ പറഞ്ഞു. സദ്ദിദു വഖാരിബു വഅമലു വഅലമു അന്ന ഖൈറ അഅ്മാലിക്കും അസ്സലാ. സദ്ദിദു, നിങ്ങൾ ശരിയായ നിലപാട് സ്വീകരിക്കുക. വഖാരിബു, അല്ലാഹുവിലേക്കുള്ള ഖുർബത്ത്, അടുപ്പം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. വഅമലു, നിങ്ങൾ അമൽ ചെയ്യുക. വഅലമു, നിങ്ങൾ അറിയുക. അന്ന ഖൈറ അഅ്മാലിക്കും അസ്സലാ, നിങ്ങൾ അമലുകളിൽ ഏറ്റവും ഖൈറായത് നിസ്കാരമാകുന്നു. വലാ യുഹാഫിദു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിനുൻ, വലാ യുഹാഫിദു അലൽ വുളൂഇ, വുളൂ നിലനിർത്താൻ ശ്രദ്ധിക്കുകയില്ല ഇല്ലാ മുഅ്മിനുൻ, ഒരു ഈമാനുള്ളവനല്ലാതെ, വിശ്വാസിയല്ലാതെ വുളൂഇൻ്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധ കാണിക്കുകയില്ല. അപ്പോൾ വുളൂ എപ്പോഴും ഉണ്ടാവുക എന്നത് ഈമാൻ്റെ ഭാഗമാണ്, ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വുളൂഇൽ എപ്പോഴും ഉണ്ടാവുക, വുളൂഇൽ നടക്കുക. അത് മുഅ്മിനല്ലാതെ ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ ഇതിൽ നബി തങ്ങൾ പറഞ്ഞത് ഏറ്റവും ഖൈറായ അമൽ നിസ്കാരമാകുന്നു. അവിടെ നമ്പർ 2 ഉണ്ടാവും. റവാഹു അഹ്മദ്, കണ്ടോ, ഇമാം അഹ്മദ് ഉദ്ധരിച്ചു 22433 ഹദീസ്. റവാഹു ദാരിമി, ഈ ബാക്കി എല്ലാ ചർച്ചയും അദ്ദേഹം അവിടെ കൊണ്ടുവരുന്നു. അവസാനം കാണാം ബിൽ ജുംല ഹാദൽ ഹദീസ് സ്വഹീഹുൻ ബിമജ്മുഇ തുർഖിഹി, ഈ ഹദീസ് സ്വഹീഹാകുന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം ഓരോ ഹദീസും വിധി പറഞ്ഞ് പോകും. അദ്ദേഹം ഒരു ഹദീസിൽ കൂടി അഗ്രഗണ്യനായ പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ സ്വഹീഹ് എന്നോ വഴീഫ് എന്നോ പറഞ്ഞതിനെ മാത്രം അവലംബിക്കാതെ അതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ അതിലവസാനം വിധി പറയുന്ന ഒരു ശൈലി കൂടി ഉണ്ട്. അതപ്പോൾ രണ്ടാമത്തെ മസ്അല. നിസ്കാരം എന്താണ്? അമൂദാണ്. ഒന്നാമത്തെ പറഞ്ഞ അർക്കാനാണ്, ഇസ്ലാമിൻ്റെ അർക്കുകളിൽപ്പെട്ടതാണ് നിസ്കാരം. 2 അമൂദ്, ഈ ദീനിൻ്റെ തൂണാണ് നിസ്കാരവും സക്കാത്തും എന്നാണ് രണ്ടാമത്തെ മസ്അല. മൂന്നാമത്തെ മസ്അല അന്ന മൻ ഹാഫള അലൈഹാ കാന ലഹു അഹദുൻ ഇൻദല്ലാഹി അൻ യുദ്ഖിലഹുൽ ജന്ന,
അന്നമൻ ഹാഫള അലൈഹ, നിസ്കാരം ശരിയാവണ്ണം കാത്തു സൂക്ഷിച്ചു പോകുന്ന ഒരാൾ, കാന ലഹു അഹ്ദുൻ ഇൻദല്ലാഹ്, അവൻ അള്ളാഹിന്റെ അടുക്കൽ ഒരു കരാറുണ്ട്, അൻ യുദ്ഖിലഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമെന്ന്. വിശ്വാസമുള്ള ഒരാൾ നിസ്കാരത്തിൽ തെറ്റാതെ, അതിൽ വിട്ടുപോകാതെ, അത് മുറപ്രകാരം നിസ്കാരം നിലർത്തി ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം എന്ന് അള്ളാഹു തആല കരാർ ചെയ്തിരിക്കുന്നു. അപ്പം നിസ്കാരത്തിൻ്റെ മഹത്വമാണ് അതറിയിക്കുന്നത്. ഫഖദ് സബത അൻ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്താ നബി പറഞ്ഞത്? ഇഫ്തറല്ലാഹു ഖംസ സ്വലവാത്തിൻ അലാ ഖൽഖിഹി, ഇഫ്തറല്ലാഹ്, അല്ലാഹു തആല ഫർളാക്കിയിരിക്കുന്നു, ഖംസ സ്വലവാത്തിൻ, 5 നിസ്കാരങ്ങൾ, അലാ ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികൾക്ക് അല്ലാഹു ഫർളാക്കിയിരിക്കുന്നു. മൻ അദ്ദാഹുന്ന, ആരെങ്കിലും അത് നിർവഹിച്ചാൽ, കമഫ്തറല്ലാഹ്, അല്ലാഹ് ഫർളാക്കിയ പോലെ തന്നെ നിർവഹിച്ചാൽ, ലം യതനഖസ് മിൻ ഹഖ്ഹിന്ന ശൈഅൻ ഇസ്തിഗ്ഫാഫൻ ബിഹി, നിസ്കാരത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിൽ ഒരു കമ്മിയും അവൻ വരുത്തുന്നില്ല. നിസ്കാരത്തിൻ്റെ മഹത്വത്തെ ഇടിച്ച് കാണിച്ച് അതിനെ കുറവാക്കി അതൊക്കെ അത്ര മതി എന്നൊന്നുമില്ല. അങ്ങനെ ഒരു കുറവും വരുത്താതെ അള്ളാഹ് പഠിപ്പിച്ച പോലെ തന്നെ ഒരാൾ ചെയ്താൽ ലഖിയല്ലാഹ, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാം, വലഹു ഇൻദഹു അഹദുൻ, അവൻ അള്ളാഹിൻ്റെ പക്കൽ ഒരു കരാറുണ്ട്. എന്നാൽ വമൻ ഇൻതഖസ മിൻ ഹഖ്ഹിന്ന ശൈഅൻ ഇസ്തിഗ്ഫാഫൻ, എന്നാൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിൽ പോരായ്മ വരുത്തിക്കൊണ്ടാണ് വല്ലവനും അത് നിർവഹിക്കുന്നത് എങ്കിൽ ലഖിയല്ലാഹ്, അവൻ അള്ളാഹിനെ കണ്ടുമുട്ടും, വലാ അഹദ ലഹു, അവന് പ്രത്യേകിച്ചൊരു കരാറും തന്നെ ഇല്ല. ഇൻഷാ അഅദബ, അള്ളാഹ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെ ശിക്ഷിക്കും, വ ഇൻഷാ ഗഫറ ലഹു, അള്ളാഹ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെ പുറത്തു കൊടുക്കുക, അതിന് അള്ളാഹിന് ഇഷ്ടം. ഇത് നബി തങ്ങൾ പറഞ്ഞു എന്ന് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു. 3 റവാഹു തബറാനി വശാസി വറവാഹുൽ മിർവസി വല്ലിയാ ഫിൽ മുഖ്താറ, അത് എവിടെയൊക്കെ വന്നതാണ് അദ്ദേഹം അവിടെ ഈ കിതാബിലൊക്കെ ഹദീസ് വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രതിപാദിക്കുന്നു. അപ്പം നിസ്കാരം മുറപ്രകാരം നിർവഹിച്ചു പോകുന്നവന് സന്തോഷിക്കാം, അവൻ അല്ലാഹു തആല പ്രത്യേകമായ കരാർ അവൻ നൽകുന്നുണ്ട്. ആ കരാർ എന്താണ്? അവൻ സ്വർഗ്ഗം ഉണ്ടെന്നുള്ളത്. കാരണം മറ്റൊരെ പറ്റി എന്താണ്? ഒന്ന് ശിക്ഷിക്കും, അല്ലെങ്കിൽ പുറത്തുകൊടുക്കും. അപ്പോൾ ഇവനുള്ള കരാറോ ശിക്ഷയില്ല, അവൻ സ്വർഗത്തിൽ ഇടം നൽകാം എന്ന് റബ്ബിൻ്റെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അത് മുമ്പത്തെ ചർച്ചയുടെ ബാക്കിയാണ്. അതായത് അവിടെ അദ്ദേഹം പറഞ്ഞത്, പിന്നെ ഇവിടെ ഈ ഹദീസ് പറഞ്ഞല്ലോ ഏറ്റവും ഖൈറായ അമൽ നിസ്കാരമാണ്. അത് ഇമാം മിർവസി റഹിമഹുല്ല ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അതായത് തഅലീമു ഖദ്രി സ്വലാ, നിസ്കാരത്തിൻ്റെ മഹത്വം എന്ന പേര് ഇമാം മിർവസിയിലെ കിതാബ്. അപ്പോൾ എന്തുകൊണ്ട് നിസ്കാരം ഖൈറായി എന്ന ചർച്ച ഉണ്ട് അവിടെ. പഴയ കാലത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ധാരാളം പണ്ഡിതന്മാർ കിതാബ് എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇമാം ഇബ്നു നസർ അൽ മിർവസി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ കിതാബാണ് തഅലീമു ഖദ്രി സ്വലാ, നിസ്കാരത്തിൻ്റെ മഹത്വം പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ കിതാബാണ്. അപ്പോൾ അതിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇത് ഖൈറു അഅ്മാലായി, അമൽ ഏറ്റവും ഖൈർ നിസ്കാരം എന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ട്, അതിൽ അദ്ദേഹം ഒരുപാട് സംഗതികൾ പറയുന്നത്. അതിൽ ചില ഭാഗം അദ്ദേഹം എടുത്തു കൊടുത്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ചില ഭാഗം എടുത്തു കൊടുത്ത് അദ്ദേഹം പറഞ്ഞു ഇനിയും ഒരുപാടുണ്ട്, അതെല്ലാം കൂടി എടുത്തു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കിതാബ് വായിക്കുന്നവർക്ക് ഒരു വായിക്കാൻ പ്രേരണ എന്ന നിലയ്ക്ക് അദ്ദേഹം ചില ഭാഗം എടുത്തു കൊടുത്തത്. അപ്പോൾ അതിനാണ് ആ ആയത്ത് കൊടുത്തത്. മുൻകാല ഉമ്മത്തുകൾക്കും നിസ്കാരം അല്ലാഹ് പഠിപ്പിച്ച് നിശ്ചയിച്ചിരുന്നു എന്ന് പറയാനാണ് ആയത്തിൽ കൊടുത്തത്. അതിന് ശേഷം ഇവിടെ വരുന്നുണ്ട് അടുത്തൊരു മസലയിൽ. അപ്പം 3-ാമത്തെ മസല പറഞ്ഞത് നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയാണ് എങ്കിൽ അവന് അള്ളാഹു സ്വർഗം നൽകാമെന്ന് കരാറുണ്ട്. അത് ഈ ഹദീസാണ് തെളിവ്. 4-ാമത്തെ മസല അന്നഹ നൂറുൻ മുത്ലഖുൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് നിരുപാധികം അതൊരു വെളിച്ചമാണ്, പ്രകാശമാണ്. നിസ്കാരം ഒരു പ്രകാശമാണ്. ഫഖദ് റവാ മുസ്ലിമുൻ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, അൻ അബി മാലിക് അൽ അശ്അരി, അബൂ മാലിക് അശ്അരിയിൽ നിന്നാണ് റിപ്പോർട്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ത്ഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധ ഈമാനിൻ്റെ പകുതിയാണ്. വൽഹംദുലില്ലാ തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്ന ദിക്ർ മീസാൻ നിറക്കും.
വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആനി ഔ തംലഉ മാ ബൈന സമാവാതി വൽ അർളി. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ആകാശഭൂമികൾക്കിടയിൽ നിറക്കും. അൽഹംദുലില്ലാഹ് മീസാൻ നിറക്കും. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അത് രണ്ടും ആകാശഭൂമിയുടെ ഇടയിൽ മൊത്തം നിറയാൻ മാത്രം മഹത്വമുള്ള ദിക്റുകളാണ്. വസ്സലാത്തു നൂറുൻ, നിസ്കാരം ഒരു പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാനുൻ, സ്വദഖ അവനൊരു തെളിവാണ്, അനുകൂലമായി സാക്ഷി നിൽക്കുന്ന തെളിവാണ് അവന്. വസ്സബ്റു ളിയാഉൻ, ക്ഷമ അതൊരു പ്രകാശമാണ്. വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, ഖുർആൻ നിനക്ക് അനുകൂലമായോ നിനക്ക് പ്രതികൂലമായോ തെളിവായി നിൽക്കുന്നതാകുന്നു. കുല്ലുന്നാസി യഗ്ദു, എല്ലാവരും രാവിലെ പുറപ്പെടുന്നു. ഫബാഇഉൻ നഫ്സ, സ്വന്തത്തെ അവൻ കച്ചവടം ചെയ്യുന്നു. ഫമുഅ്തിഖുഹ ഔ മൂബിഖുഹ, ഒന്നുകിൽ ആ സ്വന്തത്തെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ സ്വന്തത്തെ അവൻ മോചിപ്പിക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞതായി അബൂ മാലിക് അശ്അരി പറഞ്ഞത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തിരിക്കും. അപ്പോൾ അതിൽ പറഞ്ഞു അസ്സലാത്തു നൂറുൻ, നിസ്കാരം ഒരു പ്രകാശമാണ്. അപ്പം നിസ്കാരം എന്ന വിശ്വാസിക്ക് പ്രകാശമായി മാറും എന്നർത്ഥം. വഫി ഹദീസ് അബ്ദുല്ലാഹിബിൻ അംറിൻ മർഫൂഅൻ, അബ്ദുല്ലാഹിബിൻ അംറിൽ നിന്നുള്ള ഹദീസുണ്ട് മർഫൂഅൻ, നബിയിലേക്ക് ചേർത്തിക്കൊണ്ട്, അഥവാ നബി തങ്ങൾ പറഞ്ഞുവെന്ന് അബ്ദുല്ലാഹിബിൻ അംർ പറയുന്ന മറ്റൊരു ഹദീസ്. മൻ ഹാഫള അലൈഹാ, നിസ്കാരം ആരെങ്കിലും കൃത്യമായി ശ്രദ്ധിച്ച് നിലനിർത്തിപ്പോന്നാൽ കാനത് ലഹു നൂറൻ വ ബുർഹാന, അതവന് ഒരു പ്രകാശവും അതവന് തെളിവുമായി മാറും എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസും വന്നിട്ടുണ്ട്. ഫഹിയ, അപ്പോൾ നിസ്കാരം ലിൽ മുഅ്മിനീന ഫിദ്ദുന്യാ നൂറുൻ, ലിൽ മുഅ്മിനി വിശ്വാസികൾക്ക് ഫിദ്ദുന്യാ നൂറുൻ, ദുന്യാവിൽ തന്നെയും ഇതൊരു വെളിച്ചമാണ്. ഫി ഖുലൂബിഹിം വ ബസാഇരിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചമാണ്, അവരുടെ വീക്ഷണങ്ങൾക്ക് അവരുടെ ഉൾക്കാഴ്ചകൾക്ക് അതൊരു വെളിച്ചമാണ്. തശ്രിഖു ബിഹാ ഖുലൂബുഹും വ തസ്തനീറു ബിഹാ ബസാഇറുഹും, അവരുടെ കൽബുകൾ പ്രകാശിക്കും, അവരുടെ വീക്ഷണങ്ങൾ അവരുടെ ദീർഘവീക്ഷണങ്ങൾ അതിൽ ഒരു വെളിച്ചമേകും നിസ്കാരം എന്നത്. വ നൂറുൻ ലഹും ഫിൽ ളുലുമാതി യൗമൽ ഖിയാമ, അന്ത്യനാളിലെ ഇരുട്ടുകളിൽ നിസ്കാരം അവർക്ക് വെളിച്ചമായി മാറും. വ അല സിറാത്തി, സിറാത്തിലും നിസ്കാരം അവർക്ക് വെളിച്ചമായി മാറും. അപ്പോൾ നിസ്കാരം വെളിച്ചമാണെന്ന് പറഞ്ഞാൽ ദുന്യാവിലും വെളിച്ചമാണ്, ആഖിറത്തിലും വെളിച്ചമാണ്. അതാണ് നാലാമത്തെ പോയിന്റ്. ഒന്ന് ഇസ്ലാമിൻ്റെ റുക്കിനാണ്, രണ്ട് ഇസ്ലാമിൻ്റെ ഇബാദാണ്, അമൂദാണ്, അത് തൂണാണ്. മൂന്നാമത് നിസ്കാരം ശരിയാവണം നിർവഹിച്ചവന് പരലോകത്ത് സ്വർഗം നൽകാമെന്ന് അല്ലാഹു തആലയുടെ കരാറുണ്ട്. നാല്, നിസ്കാരം വിശ്വാസിക്ക് പ്രകാശമാണ്, വെളിച്ചമാണ്, അഥവാ ദുന്യാവിലും വെളിച്ചമാണ്, പരലോകത്തും വെളിച്ചമാണ്. അഞ്ചാമത്തെ മസ്അല അന്നഹ അവ്വലു മാ യുഹാസബു അലൈഹിൽ, എടുക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പം നിസ്കാരമാണ് ഒന്നാമത്തെ വിചാരണ. അപ്പം അതിൽ ഫർളിൽ പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ പരിഹരിക്കാൻ കൂടി പര്യാപ്തമാണ് സുന്നത്തുകൾ എന്ന് കൂടി ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. അതാണ് അഞ്ചാമത്തെ ഫദ്ല്. ആറാമത്തെ ഫദ്ല് അൻഹ സബബുൻ ലിതക്ഫീരി സയ്യിആത്ത്, പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ് നിസ്കാരം. നിസ്കാരത്തിൽ കൂലിട്ടിൽ മാത്രമല്ല, നിസ്കരിക്കുമ്പോൾ ചെയ്തു പോയ തിന്മകളൊക്കെ പുറത്ത് കിട്ടുന്നു. ലിഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞ ആയത്താണ് തെളിവ്. വഅഖിമിസ് സ്വലാത്ത തുറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്, നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു നന്മകൾ തിന്മകളെ ഇല്ലാതാക്കും. അപ്പോൾ ആ നന്മ ഏതാണ്? ഒന്നാമത്തെ നന്മ നിസ്കാരം തന്നെയാണ്. അപ്പോൾ നിസ്കാരം മറ്റു തിന്മകൾ മാഞ്ഞു പോകാൻ കാരണമായി മാറും. വലിമാ റവാ മുസ്ലിമുൻ